ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദേവയാനി ചെയ്യാത്ത തെറ്റിന് നയനി ആദർശിന്റെ മുന്നിൽ വെച്ച് തല്ലാൻ കൈ ഓങ്ങുകയാണ്. എന്നാ ഓങ്ങിയ കൈ ആദർശ് തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഭാര്യയെ അടിക്കാൻ മാത്രം എന്ത് അധികാരം അമ്മയ്ക്ക് അവളിൽ ഉള്ളത്? ഓക്കെ, അപ്പൊ ഇന്നത്തെ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് ഇതാണ്. നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് കാണിക്കുന്നത് ആദർശിനെയും നയനിയാണ്. നയന റൂമിൽ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ എന്താ ആദർശേട്ടാ? അല്ല, നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ? എങ്ങോട്ട്? ആ, എങ്ങോട്ടെങ്കിലും. എവിടേക്കാന്നൊന്നുമില്ല. അല്ലെ, നിന്നെ കൂട്ടി ദൂരെ എങ്ങോട്ടെങ്കിലും പോകാന്ന് വെച്ചാ അതിനും ഇവർ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്കിവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി വരാം. അപ്പൊ നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഇന്നലെ ഇപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നം കഴിഞ്ഞതല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ നമ്മളായിട്ട് അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? എന്നെ എന്തെങ്കിലും അമ്മ തിരിച്ചറിയാം ആദർശേട്ടാ. ആ ഒരു ദിവസത്തിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. നയനെ, എന്തൊക്കെ പറഞ്ഞാലും നിന്നെ മാത്രം എന്താ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അറിയില്ല ആദർശേട്ടാ, ചിലപ്പോൾ മുഖം മറിച്ചല്ലേ ഒരേ ഒരു മകൻ്റെ ഭാര്യയായത്. അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ആ മകനിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരിക്കാം അമ്മയ്ക്ക്. അതൊക്കെ എൻ്റെ വീട്ടുകാരായിട്ട് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയില്ല ആദർശേട്ടാ. അപ്പോൾ ആ ദേഷ്യം കെട്ടടങ്ങാൻ കുറച്ചൊക്കെ സമയമെടുക്കും. നയനെ, നീ ആയതുകൊണ്ടാ എൻ്റെ ഭാര്യയായി ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ഇട്ടേച്ച് എന്നോ ഇവിടുന്ന് പോയേനെ. അങ്ങനെയൊന്നും പറയല്ല ആദർശേട്ടാ. എന്തായാലും നിന്റെ ഈ പണി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കേ, ഞാൻ താഴെ ഉണ്ടാവും. നമുക്ക് ഈ ജോലി കഴിഞ്ഞിട്ട് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വരാം. അത് വേണോ ആദർശേട്ടാ? വേണം. എപ്പോഴും അമ്മയുടെ സന്തോഷം മാത്രം നോക്കിയാൽ പോരല്ലോ. എനിക്ക് നിന്റെ സന്തോഷം ഇപ്പൊ പ്രാധാന്യമുള്ളതാ. അതുകൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കുന്ന പോലെ തന്നെ നിന്നെയും സന്തോഷിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിന്റെ ജോലി കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്ക്. ഇതും പറഞ്ഞ് ആദർശം മുറിയിന്ന് പോകുന്നുണ്ട്. ഇനി കാണിക്കുന്നത് നയനയുടെ പണിയൊക്കെ കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുന്നതാണ്. നയന താഴോട്ട് വരുമ്പോൾ തന്നെ നയനയുടെ മുഖത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്നാൽ സന്തോഷത്തോടുള്ള വരവ് കണ്ടിട്ട് ഒട്ടും പിടിക്കാതെ നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അനാമികയും രേവതിയും. ഓ, അവളുടെ വരത്ത് കണ്ടോ, മഹാറാണിയാണെന്നാ വിചാരം. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരുണ്ടല്ലോ ഇവിടെ, പ്രത്യേകിച്ച് ആ കിളവനും കിളവിയും, അവരൊക്കെ തലയിലെടുത്ത് വെക്കല്ലേ ഇവളെ. ഇവരെ കണ്ടപ്പോൾ തന്നെ നയന ഒരു ആക്കിയ നോട്ടത്തിൽ അങ്ങോട്ട് മാറി നിൽക്കാട്ടോ. അപ്പൊ രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ, ഇവളുടെ മുഖത്ത് എന്തൊരു സന്തോഷം. ഇവളുടെ ഈ നോട്ടം കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അമ്മേ, അവളുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് എനിക്കങ്ങ് പിടിക്കുന്നില്ല. അവളെ എപ്പോഴും കരഞ്ഞ മുഖത്തോടെ കാണാനാ എനിക്കിഷ്ടം. എന്നാ പിന്നെ മോളെ, നമുക്കൊന്ന് കരയിപ്പിച്ചാലോ? അമ്മ തുടങ്ങിക്കോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, മോളെ, ഇവിടെ എന്തോ ഒരു ഭാരം അനുഭവപ്പെടുന്ന പോലെ. നയനെ കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് പറയുന്നത്. അപ്പൊ നയന ഇത് കേൾക്കുന്നുണ്ട്. അതെന്താ അമ്മ അങ്ങനെ? അർഹതയില്ലാത്തവർ കയറി പറ്റിയാ പിന്നെ അങ്ങനെ തന്നെയല്ലേ മോളെ? തന്തയ്ക്കും തള്ളയ്ക്കും പിന്നെ അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടോ? ചുളിവിൽ ഇങ്ങനെ കെട്ടിച്ച് വിട്ടാ പോരെ? എന്തായാലും ഇതിറ്റിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും സൗന്ദര്യം ഉള്ളത് നന്നായി. അതുകൊണ്ട് ഇങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും ഓരോന്ന് നേടിയെടുക്കാൻ പറ്റും. ഇതൊക്കെ കേട്ടിട്ട് നയനിക്ക് വല്ലാണ്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. നയനിക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്. അതെ, നിങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങളെയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ മോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാളും ഇരട്ടിയുടെ ഇരട്ടി ഞാനും അനന്തപുരിക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതിന് നിന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ പെണ്ണേ? എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണോ ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ? ദേ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എനിക്ക് തിരിച്ചു പറയാൻ അറിയാനിട്ടല്ല. എന്നെ എൻ്റെ അച്ഛനും അമ്മയും ആ സംസ്കാരത്തെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഓ, അല്ലെങ്കിൽ നീ ഞങ്ങൾ എന്ത് ചെയ്യടി? അതെ അമ്മേ, ഇവരെ ഓരോരുത്തരുടെ കണ്ണിൽ പൊടി വാരിയിട്ടിട്ട് നടക്കുന്നത്. പണ്ടേ എൻ്റെ അമ്മായിയമ്മ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഇവരുടെ വൃത്തിയിട്ട സ്വഭാവമൊക്കെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി. അറിയാം, നിനക്കൊക്കെ എത്ര നല്ലത് ചെയ്തെന്നാലും നീയൊക്കെ ഇങ്ങനെയേ പറയുന്നു നന്നായിട്ടറിയാം. നിന്റെ കല്യാണത്തിന് മുമ്പ് ഗുണ്ടകളുടെ കഴിഞ്ഞ് രക്ഷിച്ചത് ഞാനും എൻ്റെ നന്ദുവാ. എന്നിട്ട് നീ ഇവിടെ പറഞ്ഞതെന്താ? എന്തായാലും ചുരുളഴിയാത്തൊരു രഹസ്യമുണ്ട്. ആ ഗുണ്ടകൾ എന്തിനു നിന്നെ തട്ടിക്കൊണ്ടു പോയി എന്നുള്ളത്. അത് ഞാനിവിടെ ഒരു പ്രശ്നമാക്കാത്തതേ അനിയെ ആലോചിച്ച് മാത്രമാണ്. അനിയുടെ ജീവിതം ഇല്ലാതാകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. എന്താ പറ്റാത്തത്? ഞാനിവിടുന്ന് പോയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് ആ മൊട്ടച്ചിയെ അനിയെ കൊണ്ട് താലി കെട്ടിക്കാൻ. അതേ മോളെ, നാണമില്ലാത്ത വർഗമാണ് ആ പെണ്ണ്. ആണും പെണ്ണും കിട്ടി നടക്കുന്നവൾ. അപ്പൊ നയന പറയുന്നുണ്ട്, ദേ, എന്റെ അനിയത്തെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയരുത്. ഒരാളുടെ വേഷം നോക്കിയിട്ടാണോ നിങ്ങൾ ഇത്ര വില കുറച്ച് സംസാരിക്കുന്നത്? അപ്പൊ രേവതി പറയുന്നുണ്ട്, എടി, എന്റെ മോളെ നേർക്ക് കൈ ചൂണ്ടിയാലുണ്ടല്ലോ. ഞങ്ങളല്ല വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത്, നീയും നിന്റെ ഫാമിലിയാ. അവളുടെ ഒരു അച്ഛനും അമ്മയും കാകാശിന് വിധിയില്ലാത്തവര്, വൃത്തികെട്ടവര്. ദേ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അമ്മയും മോളോട് ഞാനൊരു കാര്യം പറഞ്ഞു നിൽക്കാം. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ കുടുംബത്തെ പറഞ്ഞ് നോവിച്ചാലുണ്ടല്ലോ ആ വേദന നിങ്ങളുടെ മോളും അറിയും. ഓഹോ, നീ എന്ത് ചെയ്യടി എന്റെ മോളെ? അറിയോടി? അവളെ അറിയിക്കോ നീ? അപ്പോഴാണ് ദേവ്യാനെ അങ്ങോട്ട് വരുന്നത്. എന്താ പ്രശ്നം? എന്താ രേവതി? ദേ, നിങ്ങളുടെ മരുമകൾ എന്താ പറഞ്ഞെന്നറിയാം എന്റെ മോളോട്. ഇങ്ങനെയാണെങ്കിൽ ഈ ചെകുത്താൻകൂട്ടത്തിൽ എങ്ങനെയാ ഞാൻ എന്റെ മോളെ ഇട്ടിട്ട് പോവാ? അയ്യോ രേവതി, എന്താ കാര്യം? എന്താന്നൊന്ന് തെളിയിച്ചു പറ. ദേവിനി ചേച്ചി, നിങ്ങളുടെ മരുമകള് എന്റെ മരുമകളെ കൊല്ലോണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പൊ നയന പറയുന്നുണ്ട്, അയ്യോ അമ്മ മിണ്ടരുത്.
അപ്പൊ ദേവേനി പറയുന്നുണ്ട്, എന്താടി നീ എന്റെ മോളോട് പറഞ്ഞത്? കൊല്ലുന്നോ? നീ ആരെ കൊല്ലാനടി? തൊട്ട് നോക്കി നീ, പിന്നെ ആ കൈ നിനക്ക് പൊങ്ങാനുണ്ടാകില്ല. ദേവയാനി ഈ പറയുന്നത്. അമ്മേ അമ്മ ഞാൻ അങ്ങനെയൊന്നും മിണ്ടരുതെന്നാ നിന്നോട് പറഞ്ഞത്. ദേവേനി ചേച്ചി, അത് മാത്രമല്ല, എന്നെ എന്റെ ഭർത്താവിനെയും ഇവള് പരസ്യമായിട്ട് അപമാനിച്ചു. അയ്യോ രേവതി, അവൾ പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് മാത്രം മതിയോ? ഇവളെ ഇവിടുന്ന് എന്ന് ഇറക്കി വിടുന്നു അന്നേ ഞാൻ എൻ്റെ മോൾ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഞാനൊരു തീരുമാനം എടുത്തതാ. അതേസമയം തന്നെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ എന്താ പ്രശ്നം? അപ്പം അനാമിക, അമ്മേ എന്നോട് ഇവരെന്തൊക്കെ പറഞ്ഞതെന്നറിയോ? എന്താ മോളെ, എന്തിനാ എൻ്റെ അനാമിക മോൾ കരയുന്നത്? എന്താ നേട്ടത്തി? ഒന്നുമില്ല, ദേ ഈ രാക്ഷസി മോളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയേക്കുന്നു. ഡി നീ നോക്കിക്കൂടി, നിന്നെ ഞാൻ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ദേവയാനി നയനയുടെ മുഖത്തോക്കി പറയാട്ടോ. നയനയ്ക്കിത് വലിയ സങ്കടമാവുന്നുണ്ട്, നയന ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതേസമയം തന്നെ രേവതി പറയുന്നുണ്ട്, നിന്റെ ആ വഴിതെറ്റിയ അച്ഛനും അമ്മയൊക്കെ ഇതാണോ നിന്നെ പഠിപ്പിച്ചത്? ഇത്രയും വഴിവിട്ട രീതിയിൽ മക്കളെ പഠിപ്പിക്കുന്ന അച്ഛനമ്മമാരുണ്ടാകില്ല. നാണം കെട്ട ഐറ്റങ്ങൾ. അപ്പം നയനയ്ക്ക് ദേഷ്യം പിടിക്കാട്ടോ. നയന പറയുന്നുണ്ട്, ദേ നിങ്ങൾ പറയുന്ന മുഴുവൻ കേട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ നുണയാണ്. നിങ്ങളൊരു പെരും കള്ളിയാ. ഒരാൾ പറയാത്തതായിട്ടില്ല എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? അതേസമയം തന്നെ ഇത് കേട്ടപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരട്ടോ. ദേവയാനി കൈയൊങ്ങി നയനയുടെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കാൻ പോവാണ്. അതേസമയം തന്നെ ആദർശ കൈ ഒരൊറ്റ തട്ടി മാറ്റിയാലാട്ടോ. ദേവയാനി ആ തട്ടി മാറ്റിയ കയ്യിലേക്ക് നോക്കിയിട്ട് ആരാണ് ആ തട്ടി മാറ്റിയെന്ന് നോക്കിയപ്പോൾ അത് ആദർശട്ടോ. ആദർശേ, അമ്മ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യത്തിനാ നയനയെ തല്ലുന്നത്. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്താവശ്യമില്ലാത്ത കാര്യത്തിന്? ഞങ്ങൾ അപമാനിച്ചു, ഞങ്ങളുടെ മോളെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണോ ചെറിയ നിസ്സാര കാര്യം? നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണോ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ആദർശേ, നീ ആരോടൊക്കെ എന്തൊക്കെയാടാ പറയുന്നത്? നിനക്കൊന്നും ഇപ്പൊ തിരിച്ചറിയാതായിട്ടുണ്ട്. നീ ഇപ്പൊ എന്തിനാ എന്റെ കൈ തട്ടി മാറ്റിയത്? അമ്മ ഇപ്പൊ എന്തിനാ നയനയെ തല്ലിയത്? നയന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയോ? അമ്മ ഇവർ പറഞ്ഞത് മാത്രമല്ലേ വിശ്വസിക്കുന്നത്? പിന്നെ അമ്മയ്ക്ക് നയനയെ തല്ലാൻ എന്ത് അധികാരമാണ് ഉള്ളത്? നയനയുടെ മേലിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ല, അമ്മ നയനെ ഇതുവരെ മരുമകളായി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് നയനയെ തല്ലാനുള്ള അധികാരവുമില്ല. മോനെ ആദർശേ, അമ്മയൊന്നും പറയണ്ട. അമ്മയാണ് എല്ലാത്തിനും കാരണം. ഇതുപോലുള്ളവർക്കൊക്കെ വളം വെച്ചു കൊടുക്കാൻ കാരണം. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ നല്ല ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് വരുന്നത്. അപ്പം നമുക്ക് ഇന്ന് 2 എപ്പിസോഡിന്റെ ബാക്കി ഇടാനുണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ പിന്നെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, കുറച്ച് പേരൊക്കെ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ തമ്പനയിൽ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം കേട്ടോ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു തമ്പനയിൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കുക. കാരണം നമ്മുടെ വീഡിയോയുടെ റീച്ചാണ് അതിലൂടെ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ആ തമ്പനയിൽ കോപ്പി ചെയ്ത് വേറൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റീച്ചും കൂടി നഷ്ടപ്പെടുകയാണ്. പിന്നെ ഈ തമ്പനയിൽ കോപ്പറേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ചാനലിന്റെ സേഫ്റ്റി നോക്കണമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.